ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്പർ തിയറിയുമായിട്ടും അതേപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസും കാൽക്കുലസിലെയും കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് വൈ ഈക്വൾ ടു 0 എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള ഏത് കർവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് എക്സ് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് വൈ ഈക്വൾ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഡി എക്സ് ബൈ ഡി വൈ ഈക്വൾ ടു മൈനസ് വൈ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ എക്സ് ഡി എക്സ് ബൈ ഡി വൈ ഈക്വൾ ടു മൈനസ് വൈ ആണെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് നമുക്കതിനെ എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ എന്ന് എഴുതാം. ഈ വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? രണ്ട് ഭാഗത്തും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് ഭാഗത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് മൈനസ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൈയുടെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ഡി വൈ ആയതുകൊണ്ട് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൾ ടു സി എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 2c എന്ന് വരുന്നുണ്ടാവും. ആ 2cനെ നമ്മൾ മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു സി എന്ന് പറയുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലെ? സർക്കിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് മാപ്പിംഗ്സ് വിച്ച് ആർ നോട്ട് 1 ഓൺ എ സെറ്റ് എ ബി സി ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സെറ്റ് എ ബി സി ഡി എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 അല്ലാത്ത എത്ര ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മാപ്പിങ്ങുകൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ എ എന്ന് പറയുന്നത്, ഇപ്പം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എയിൽ നിന്നും ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ എയുടെ കാർഡിനാലിറ്റി നമുക്ക് എന്തായിട്ട് എടുക്കാം? നമുക്ക് എമ്മും ബിയുടെ കാർഡിനാലിറ്റി നമുക്ക് എൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ ആണ്. രണ്ടാമത്തെ സെറ്റിൻ്റെ കാർഡിനാലിറ്റി റേസ് ടു ഫസ്റ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി. അപ്പോൾ എന്തായിരിക്കും? എൻ റേസ് ടു എം ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് 1 ഫങ്ഷൻസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ്, അതായത് എൻ മൈനസ് എം ഫാക്ടോറിയൽ, എൻ മൈനസ് എം ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? എൻ മൈനസ് എം ഫാക്ടോറിയൽ അല്ല, നമുക്ക് എം ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എം ഫാക്ടോറിയൽ എന്നായിരിക്കും നമുക്ക് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എം ഫാക്ടോറിയൽ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതായത് ഒരു ഫംഗ്ഷൻ 1 ആണെങ്കിൽ രണ്ടാമത്തെ സെറ്റിലായിരിക്കും നമുക്ക് കാർഡിനാലിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എം ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? നോട്ട് 1 ആയിട്ടുള്ള ഫംഗ്ഷനുകളുടെ എണ്ണം എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് 1 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസിൽ നിന്നും നമുക്ക് 1 ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? നമുക്ക് നമ്പർ ഓഫ് നോട്ട് 1 ഫംഗ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ റേസ് ടു എം ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എം ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എ ബി സി ഡി എന്ന് പറയുന്ന സെറ്റാണ്. ഈ എ ബി സി ഡി എന്ന് പറയുന്ന സെറ്റ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എ എന്ന് പറയുന്നത് എ ബി സി ഡി ആണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്? എഫ് എയിൽ നിന്നും എയിലോട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും നമുക്ക് 4 തന്നെ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് സെറ്റും 4 ആണ്, ഫസ്റ്റ് സെറ്റും എലമെൻസും 4 ആണ്. സോ 4/4 നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ബട്ട് 4/4 256 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് എന്ന് പറയുമ്പം രണ്ട് സെറ്റും നമുക്ക് സെയിം ആയതുകൊണ്ട് 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 4 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് 4 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 4 ഫാക്ടോറിയൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് 4 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ടോട്ടൽ 256ൽ നിന്നും 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 3 12, 12 × 2 24 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ 24 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും?
232 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട് 1 ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫംഗ്ഷൻസിൽ നിന്നും 1 ആയിട്ടുള്ള ഫംഗ്ഷൻസുകളുടെ എണ്ണം നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടോട്ടൽ ഫംഗ്ഷൻസ് 256ഉം 1 ഫംഗ്ഷൻസുകളുടെ എണ്ണം 24 ആണ്. അപ്പോൾ 1 അല്ലാത്ത ഫംഗ്ഷൻസുകളുടെ എണ്ണം 232 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. an എന്ന് പറയുന്ന സീരീസ് 1 - 1 by ഫാക്ടോറിയൽ പ്ലസ് 1 by 2 ഫാക്ടോറിയൽ മൈനസ് 1 by 3 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന സീരീസാണ്. bn എന്ന് പറയുന്ന സീരീസ് 1 - 1 പ്ലസ് 1 by 2 മൈനസ് 1 by 2 പ്ലസ് 1 by 3 മൈനസ് 1 by 3 എന്ന് പറഞ്ഞു പോകുന്ന സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഈ രണ്ട് സീരീസുകളുടെയും കൺവേർജൻസും ഡൈവേർജൻസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ സീരീസ് നമുക്ക് പെട്ടെന്ന് പറയാം. 1 - 1 മൈനസ് 1 by 2 പ്ലസ് 1 by 2 1 by 3 മൈനസ് 1 by 3 1 by 4 മൈനസ് 1 by 4. അതായത് ശരിക്കും സമ്മേഷൻ bn എന്ന് പറയുന്ന രണ്ടാമത്തെ സീരീസ് എന്താണ്? 0 ആണ്. ഈ 0 സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പം bn എന്ന് പറയുന്ന സീരീസ് എന്താണ്? കൺവേർജൻ്റ് ആണ്. ഇനി an എന്ന് പറയുന്ന സീരീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ an എന്ന് പറയുന്ന സീരീസ് 1 - 1 by 1 ഫാക്ടോറിയൽ പ്ലസ് 1 by 2 ഫാക്ടോറിയൽ മൈനസ് 1 by 3 ഫാക്ടോറിയൽ, അതായത് -1n by n ഫാക്ടോറിയൽ ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ -1n എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് -1n+1 എന്ന് പറയാം. അപ്പോൾ -1n+1 by n ഫാക്ടോറിയൽ എന്ന് പറയുന്ന രീതിയിലാണ് ഈ an എന്ന് പറയുന്ന സീരീസ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീരീസ് എത്തരത്തിലുള്ള സീരീസ് ആണ്? ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏത് ടെസ്റ്റ് ആണുള്ളത്? ലെബനീസ് ടെസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ലെബനീസ് ടെസ്റ്റ് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൺവേർജൻസ് നമ്മൾ പറയാം? ലെബനീസ് ടെസ്റ്റ് പ്രകാരം an എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആവുകയും അതേപോലെ തന്നെ നമുക്ക് എന്താണ് an ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്മുടെ സീരീസ് നമുക്ക് സീരീസ് an എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് നമുക്കറിയാം ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ് അല്ലേ? an എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി നമുക്ക് 1 by n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്നുണ്ടാവും? 0 പോകുന്നുണ്ടാവും. ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആവുന്നത് കൊണ്ട് തന്നെ ലെബനീസ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻസ് ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സീരീസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പോൾ an കൺവേർജൻ്റ് ആണ്, bn കൺവേർജൻ്റ് ആണ്. അപ്പോൾ രണ്ടും കൺവേർജൻ്റ് എന്ന് പറയുമ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ഫോർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ എവരി ബൗണ്ടഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഹാവിംഗ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ എ ബി. അതായത് നമുക്ക് റീമാൻ ഇൻറ്റഗ്രലിൻ്റെ കാര്യം നമുക്കറിയാം. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻസുകളൊക്കെ റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്തായിരിക്കും? റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു ബൗണ്ടഡ് ഫംഗ്ഷന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ എ നമുക്ക് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എവറി ഫംഗ്ഷൻ ഫോർ വിച്ച് റീമാൻ ഇൻറ്റഗ്രൽ എക്സിസ്റ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നാണ്. നമ്മൾ പറഞ്ഞു എന്താണ്? കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്? നമുക്ക് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞത് കൊണ്ടെല്ലാം കണ്ടിന്യൂസ് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? എവറി ഫംഗ്ഷൻ ഫോർ വിച്ച് റീമാൻ ഇൻറ്റഗ്രൽ എക്സിസ്റ്റ്, റീമാൻ ഇൻറ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് നിർബന്ധമില്ല. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ പോലും നമുക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിൾ ടെസ്റ്റ് ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആണ്. കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നുണ്ടാവുക എന്തായിരിക്കും? ബി ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അടുത്തത് മോണോട്ടോണിക് ഫംഗ്ഷനാണ്. മോണോട്ടോണിക് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് നമുക്ക് പറയാൻ പറ്റുക.
അപ്പോൾ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസിൻ്റെ കൂടെ ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂസിന് കൂടെ നമുക്ക് റീമാൻ ഇൻറ്റഗ്രബിൾ ആവുന്ന മറ്റൊരു ഫംഗ്ഷനാണ് മോണോട്ടോണിക് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതേപോലെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, മോണോട്ടോണിക് ഫംഗ്ഷന് നമുക്ക് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് ഉണ്ടാവുക. അപ്പോൾ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഫോൾസ് ആയിരിക്കും. ആൻഡ് ഫൈനലി എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. സോ ഓപ്ഷൻ ഡിയും ട്രൂ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു റിയൽ സെഡ് ഫോർ എനി കോംപ്ലക്സ് നമ്പർ സെഡ്. ഈ ഒരു ഫംഗ്ഷൻ റിയൽ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, കണ്ടിന്യൂസ് ആണോ, നോട്ട് ഡിഫറൻഷ്യബിൾ ആണോ, ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് എന്താണ്? എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു റിയൽ സെഡ് ആണ്. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു റിയൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ റിയൽ പാർട്ട് എന്തായിരിക്കും? നമുക്ക് എക്സ് എന്നുള്ളതായിരിക്കും നമുക്ക് റിയൽ പാർട്ടായിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അതേപോലെ റിയൽ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? റിയൽ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ? സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അതേപോലെ തന്നെ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ സെഡ് പ്ലസ് സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 2x ആയിരിക്കും. അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2നെ നമുക്ക് എക്സ് എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ റിയൽ സെഡിനെ നമുക്ക് സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് പറയാം. നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ഈ ഒരു റിയൽ സെഡിനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, അതായത് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷന് ഡോ എഫ് ബൈ ഡോ സെഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡോ സെഡ് ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് റിയൽ സെഡ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ സെഡ് ബാർ ഓഫ് നമുക്ക് എന്ത് വരാം? സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 എടുത്തു നോക്കുക. അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ എടുക്കുമ്പോൾ സെഡ് ബൈ 2, അതായത് 1/2 കോൺസ്റ്റൻ്റ് അവിടെ വെക്കാം. സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. സെഡ് ബാറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1/2 എന്ന് കിട്ടി. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ നമുക്ക് എന്തല്ല? 0 അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ 0 അല്ലാത്തത് കൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പം ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ നമ്മൾ നോക്കിയാൽ മതി. ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിഫറൻഷ്യബിൾ അല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ 0 ആണെന്ന് കരുതിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 0 അല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിന്റ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇവിടെ നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാം. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് ബട്ട് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. ഇത് ഒരു പോയിന്റിലും എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. കാരണം ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ എവിടെയും നമുക്ക് 0 ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ് സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും തെറ്റാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നതും തെറ്റാണ് അല്ലേ? എഫ് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ് എന്ന് പറയുന്ന റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നതും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എനി പോയിന്റ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ബട്ട് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ആയിരിക്കും വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കോഷി റീമാൻ ഇക്വേഷൻസ് ആർ എന്താണ്? കോഷി റീമാൻ ഇക്വേഷൻ അനലിറ്റിക്കിനെ കുറിച്ച് പറയാൻ നെസസറി കണ്ടീഷൻ ആണോ, സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ രണ്ടും കൂടെ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു നെസസറി കണ്ടീഷനാണ്. അതായത് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം. എന്നാൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം ഫംഗ്ഷൻ എന്തായിരിക്കില്ല? നമുക്ക് അനലിറ്റിക് ആയിരിക്കില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് കോഷി റീമാൻ ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ഫംഗ്ഷൻ അനലിറ്റിക് ആവുള്ളൂ. പക്ഷേ കോഷി റീമാൻ മാത്രം ഉണ്ടാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്തായിരിക്കില്ല? ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കില്ല. കോഷി റീമാൻ്റെ കൂടെ തന്നെ ആ ഫംഗ്ഷൻ നമുക്ക് അതിൻ്റെ നെയ്ബർഹുഡിലൊക്കെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിരിക്കണം?
എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആവുകയും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കോഷി റീമാൻ എന്ന് പറയുന്നത് നെസസറി കണ്ടീഷനാണ്, ബട്ട് നോട്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻ. അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. കാരണം കോഷി റീമാൻ ഇക്വേഷൻ മാത്രം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോഷി റീമാൻ ഇക്വേഷൻ ഉണ്ടെങ്കിലേ അനലിറ്റിക് ആവുള്ളൂ, പക്ഷെ അത് മാത്രം പോരാ നമുക്ക് അനലിറ്റിസിറ്റി പറയാനായിട്ട്. സോ ഓപ്ഷൻ ബി ആണ്, ഇറ്റ്സ് ഓൺലി എ നെസസറി കണ്ടീഷൻ ഫോർ എ കോംപ്ലക്സ് ഫംഗ്ഷൻ ടു ബി അനലിറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നത് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സൈൻ സെറ്റ് ബൈ സെറ്റ് മൈനസ് ബൈ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ പോൾ ഓഫ് ഓർഡർ, അതായത് ഇത് പോളാണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പോളാണ്, പോളിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു എ സെറ്റ് മൈനസ് എ ഹോൾ റേസ് ടു എൻ ഇൻറ്റു സൈൻ സൈൻ അല്ല എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് എ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന് നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ലിമിറ്റ് വരുന്നു. അതായത് ഇത് ഫൈനൈറ്റ് ആവുന്ന ഏറ്റവും ലീസ്റ്റ് എന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, നമുക്ക് പോൾ ഓഫ് ഓർഡർ എൻ എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പം അത് ഫൈനൈറ്റ് ആവുന്നത്, അതായത് സെറ്റ് മൈനസ് എ ഹോൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലീസ്റ്റ് ആയിട്ട് വരുന്ന എന്നിനെയാണ് നമ്മൾ പോൾ ഓഫ് ഓർഡർ എൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിന് നമുക്ക് നോക്കാം. ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു നമ്മുടെ എ എന്ന് പറയുന്ന അനലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്താണ്? പൈ ആണ്. സോ ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു പൈ നമുക്ക് എന്തെടുക്കാം? സെറ്റ് മൈനസ് പൈ. ഫസ്റ്റ് നമുക്ക് n ഈക്വൽ ടു 1 എന്ന് എടുത്തു നോക്കാം. നമുക്ക് എന്ത് വരും? എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ. അതായത് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സൈൻ സെറ്റ് ആണ്. അപ്പോൾ സൈൻ സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു പൈ സൈൻ സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് പൈ എന്നായിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ഫോമിലായിരിക്കും? 0/0 ഫോമിലായിരിക്കും. സോ ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു പൈ സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്തെടുക്കാം? കോസ് സെറ്റ് എടുക്കാം. അതേപോലെ തന്നെ സെറ്റ് മൈനസ് പൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പം ഇവിടെ നമ്മൾ ആസ് സെറ്റ് ടെൻഡിങ് ടു പൈ കോസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൈറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനൈറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നത് എന്തായിരിക്കും? പോൾ ഓഫ് ഓർഡർ 1 ആയിരിക്കും അല്ലേ? ഫസ്റ്റ് സെറ്റ് മൈനസ് എ ഹോൾ റേസ് ടു എൻ, ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ സെറ്റ് മൈനസ് പൈ എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ തന്നെ എടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഫൈനൈറ്റ്ലി എക്സിസ്റ്റ് ആണെന്ന് കിട്ടി. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കോഎഫിഷ്യന്റ് ഓഫ് 1/z ഇൻ എക്സ്പാൻഷൻ ഓഫ് ലോഗ് z/z+1 മോഡ് z കിട്ടാൻ 1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലോഗ് z/z+1 എന്നുള്ളതിനെ നമുക്ക് ഒരു ലോഗ് 1+x എക്സ്പാൻഷൻ നമുക്കറിയാം. ലോഗ് 1+x എന്ന് പറഞ്ഞാൽ എന്താണ്? x മൈനസ് x²/2 പ്ലസ് x³ 3 -x⁴/4 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ലോഗ് നമ്മൾ മേലെയും താഴെ നമുക്ക് z കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/1+z എന്നുള്ള രീതിയിലായിട്ട് മാറുന്നുണ്ടാവും അല്ലേ? നമുക്ക് z കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? 1+1/z ഇതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ലോഗ് a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ലോഗ് a/bനെ ലോഗ് a മൈനസ് ലോഗ് b എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് 1 മൈനസ് ലോഗ് 1+1/z എന്ന് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 മൈനസ് എന്ത് വരും? 1+z. ലോഗ് 1+z എക്സ്പാൻഷൻ എന്താ വരിക? ലോഗ് 1+z എക്സ്പാൻഷൻ 1+1/z എക്സ്പാൻഷൻ 1/z മൈനസ് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 1/z² ഇൻറ്റു 2 പ്ലസ് 1/3 ഇൻറ്റു z³ പ്ലസ് എക്സെട്ര മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -1/z പ്ലസ് 1/2z² മൈനസ് 1/3z³ മൈനസ് എക്സെട്ര പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവാം. അപ്പോൾ ഇതിൽ 1/zൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ 1/zൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 1/zൻ്റെ കൂടെ നമുക്ക് -1 ആണുള്ളത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് നമ്പർ തിയറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 7^323? 7^323യുടെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏതൊരു നമ്പറിൻ്റെയും പവറിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പവറിലുള്ള നമ്പറിനെ നമ്മൾ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 323നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 8 × 4 32 ആണ്. നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3 വരും. അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഡിവൈഡ് ബൈ 4 ആണ്.
ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 നമുക്ക് റിമൈൻഡർ ആയിട്ട് വന്നു. അതായത് നമുക്ക് ഏതൊരു നമ്പറിനെയും നമ്മൾ എങ്ങനെ എഴുതാം, നമുക്കൊരു 4k പ്ലസ് n എന്നുള്ളത് 4k പ്ലസ് 1, 4k പ്ലസ് 2, 4k പ്ലസ് 3, 4k പ്ലസ് 4 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ തന്നിരിക്കുന്ന 323നെ നമ്മൾ മാറ്റിയിട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 323നെ നമുക്ക് എങ്ങനെ എഴുതാം, 4 × 80 അല്ലേ, 4 × 80 പ്ലസ് 3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ 4 × 80 പ്ലസ് 3 ആയിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് 4k പ്ലസ് 3 ആണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് 3 ആയതുകൊണ്ട് തന്നെ 7, ഇപ്പം 4k പ്ലസ് 1 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് നോക്കുക, 7^1, 7^2, 7^3, 7^4 ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ 7^1ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് 7 ആയിരിക്കും. 7² ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് എത്രയായിരിക്കും, നമുക്ക് 9 ആയിരിക്കും വരിക. അതേപോലെ തന്നെ 7³ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 343 ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 3 ആയിരിക്കും. 7^4 ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് 4k പ്ലസ് 3 ആയതുകൊണ്ട് 7³ ലാസ്റ്റ് ഡിജിറ്റ് അതായത് 3 ആണ് നമുക്ക് വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അത് നമുക്ക് കിട്ടുന്നത് ഒരു 4k പ്ലസ് 2 ആയിരുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരുമായിരുന്നു, 9 വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. അടുത്ത് നമുക്ക് ഒരു സിസ്റ്റം എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 mod 6ഉം എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 mod 4 എന്ന് പറയുന്ന 2 സിസ്റ്റംസ് തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് സൊല്യൂഷൻ എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആണോ 2 സൊല്യൂഷൻ ആണോ 6 സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 6, 4 എന്ന് പറയുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും LCM നമ്മൾ നോക്കാം. അപ്പോൾ LCM നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, 6ൻ്റെയും 4ൻ്റെയും LCM എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 6ൻ്റെയും 4ൻ്റെയും LCM 12 ആയതുകൊണ്ട് തന്നെ എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 mod 12 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ ആകെയുള്ളൊരു സൊല്യൂഷനായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള സൊല്യൂഷൻ നമുക്ക് 12 ആയതുകൊണ്ട് എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 mod 12 ആയിരിക്കും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ, അതായത് സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നുണ്ടാവുക. സോ എക്സാക്ട്ലി 1 സൊല്യൂഷൻ മോഡുലോ 12 എന്നാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്പർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ കാൽക്കുലസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. താങ്ക്